ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം ഇരട്ടിയാക്കുക. അതുപോലെ ഇപ്പം നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒഴിവ് സമയം ഉണ്ടാവുമല്ലോ, ഹോളിഡേയ്സ്, അതും ഇരട്ടിയാക്കുക. ഇത് ഒരേ സമയം നടക്കുമോ? ഇതൊരു വല്ലാത്ത ചോദ്യമായിരിക്കും അല്ലേ? നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ. കാരണം എന്തായിരുന്നാലും വരുമാനം ഇരട്ടിയാക്കുമ്പോൾ ഉള്ള ഒഴിവ് സമയം ഇല്ലാതാവുകയല്ലേ വേണ്ടത്. എന്നാൽ അതിനുള്ളൊരു ഫോർമുല ഈ ഒരു വീഡിയോയിലൂടെ അവതരിപ്പിക്കുകയാണ്. ഇതൊരു വിചിത്രമായ ഒരു ഫോർമുലയൊന്നുമല്ല. ഞാനിത് പൂർണ്ണമായി എടുത്ത് ഇതിൻ്റെ റിസൾട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ നല്ല മാറ്റം കാണുന്നു. കാരണം ഇത് കഴിഞ്ഞ 1995 എൻ്റെ ജീവിതത്തെ തിരിച്ച് ബാക്കിലേക്ക് പോകുമ്പോൾ ആ 1995 കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ബിസിനസ്സിലേക്ക് കടക്കുന്നത്. അന്ന് ഒരു മാനുഫാക്ചറിങ്, എക്സ്പോർട്ടിങ്, ഇമ്പോർട്ടിങ് ഒക്കെയുള്ള ഒരു ഇൻഡസ്ട്രിയിൽ കടന്നിട്ട് ഓരോ ദിവസവും 15, 16, 17, 18 മണിക്കൂർ, ചിലപ്പോൾ 20 മണിക്കൂറൊക്കെ പെടാപ്പാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത, അതുപോലെ നമ്മൾ പ്ലാൻ ചെയ്ത വലിയ വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ബാക്കിയാവുന്നിടത്തേക്ക് വീർപ്പ് മുട്ടിക്കുന്ന ഒരു അന്തരീക്ഷം ഞാൻ തിരിഞ്ഞു നോക്കുകയാണ്. വർഷങ്ങളായിട്ടുള്ള ഒരു അനുഭവമാണത്. അപ്പോൾ ഈ ഒരു ഫോർമുലയിലേക്കൊക്കെ നമ്മുടെ ജീവിതം മാറ്റി മറിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു റിലാക്സ്, പൂർണ്ണമായിട്ട് നമ്മുടെ വരുമാനം ഇരട്ടിയായില്ല എങ്കിൽ പോലും, പൂർണ്ണമായി നമ്മുടെ ഒഴിവ് സമയം ഇരട്ടിയായി കിട്ടിയിട്ടില്ല എങ്കിൽ പോലും കുറേയധികം പഴയ കാലത്തിൽ നിന്ന് നമ്മൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ എൻജോയ്മെൻറ്റും അതിൻ്റെ റിലാക്സേഷനും മെൻ്റൽ സ്ട്രെസ് ഇല്ലാത്ത ഒരു ഫ്രീഡവും, നമ്മൾ ശരിക്കും ടൈം ഫ്രീഡാണല്ലോ ലൈഫിൻ്റെ ഹാപ്പിനെസ് കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പറയുമ്പം അതൊരു വലിയ മാറ്റം തന്നെയാണ്. കാരണം എന്താണെന്നറിയോ, ഓരോ ദിവസവും നമുക്ക് പണികൾ തരുന്ന മുയലുകൾ എന്ന് പറയാം, മുയലുകളെ പോലെ പെറ്റുപെരുകുന്ന ഒരുപാട് പണികൾ നമുക്ക് ഒരുപാട് ആളുകൾ തന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പെറ്റുപെരുകുന്ന മുയലുകളെ പോലെ നമ്മുടെ ഡ്യൂട്ടികൾ, നമ്മുടെ റെസ്പോൺസിബിലിറ്റികൾ, ഇത് നിറഞ്ഞ ഓരോ ദിവസവും പുലർന്ന് അത് കിടക്കാൻ നേരത്തേക്ക് പൂർത്തീകരിച്ച് നമ്മൾ സംതൃപ്തി അടയുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലെ വല്ലാത്തൊരു സമരമുഖം തന്നെയാണ്, വല്ലാത്തൊരു സ്ട്രഗിൾ തന്നെയാണ്, വല്ലാത്തൊരു യുദ്ധം തന്നെയാണ് അതും നമ്മളുമായിട്ട് നടക്കുന്നത്. ഇവിടെയാണ് ഈ ഒരു ഫോർമുല. നമ്മൾക്ക് 10 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്, ഏറ്റവും ചുരുങ്ങി 10 കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യാനുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഈ 5D ഫോർമുല അതിലേക്ക് അഡോപ്റ്റ് ചെയ്താൽ മതി. 5D, 5 Dകൾ എന്നാണ് പറയുക. ഒന്നാമത്തെ എന്താ പറയുക, 10 കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കതിൽ 2 കാര്യങ്ങൾ മസ്റ്റ് ഡൺ ആയിരിക്കും. നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും, നമ്മുടെ ജീവിതം തന്നെ വഴിമുട്ടും, നമ്മൾ ബ്ലോക്കാവും, നമ്മൾ ഏതൊക്കെയോ ദുരന്തത്തിൽപ്പെടും എന്ന് പറയുന്ന രീതിയിലുള്ള 2 കാര്യങ്ങൾ അതിൽപ്പെടും 10. അതാണ് മസ്റ്റ് ഡൺ, ചെയ്തിരിക്കണം. എപ്പോൾ ചെയ്തു എന്ന് ചോദിച്ചാൽ മതി, അത്രയും പ്രാധാന്യമുള്ളത്. അതിനു വേണ്ടി നമ്മൾ എടുക്കേണ്ടത് എന്താ, ഏറ്റവും കൂടുതൽ സമയം ഇതിനെടുക്കണം. മാത്രമല്ല ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഇതിനെടുക്കണം, ഏറ്റവും കൂടുതൽ ഫോക്കസ് ഇതിനെടുക്കണം. അതിന് തന്നെ അതിരാവിലെയുള്ള സമയം തന്നെ അതിന് നീക്കിയിരിക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തത് യു ക്യാൻ ഡു എന്നാണ്. യു ക്യാൻ ഡു, നിങ്ങൾക്ക് ചെയ്യാം, ചിലപ്പോൾ ചെയ്യാതിരിക്കാം. കാരണം അത്ര തന്നെ പ്രാധാന്യമല്ല, അത്ര തന്നെ മൂല്യമല്ല. ഒന്നാമത് പറഞ്ഞ മൂല്യവും പണവും അതുപോലെ ജീവിതവും നമ്മുടെ ഏറ്റവും ഗൗരവപ്പെട്ടതുമായ വിഷയമൊന്നുമല്ല എങ്കിൽ നമുക്കത് ചെയ്യാം, ചെയ്യാതിരിക്കാം. അങ്ങനെ 2 കാര്യങ്ങളും കൂടെ വിചാരിച്ചോ. അപ്പോൾ 2 4 കാര്യങ്ങൾ. ഇനി അടുത്ത 2 കാര്യങ്ങൾ, 10ൽ 2 കാര്യങ്ങൾ നമുക്ക് ഡിലേ ചെയ്യാവുന്നതാണ്. ഇപ്പം ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, നമ്മൾ ആലോചിച്ച് നോക്കിയാൽ. കാരണം നമ്മുടെ ജീവിതത്തിൽ അത്ര പ്രാധാന്യമില്ല, നമുക്ക് അത്രയും പണം കൊണ്ടുവരുന്നില്ല, അത്രയും ജീവിതത്തിൻ്റെ ഗൗരവപ്പെട്ട സമീപനങ്ങൾ അതിലേക്ക് വരുന്നുമില്ല എങ്കിൽ അത് ഡിലേ ചെയ്തിരിക്കണം എന്നാ പറയാം. അത് ഡിലേ ചെയ്തിരിക്കണം, നീക്കി വെക്കണം. ഇന്നത്തെ ജീവിതം സുഖകരമാവാൻ വേണ്ടി, ഇന്നത്തെ ജീവിതം ടൈം ഫ്രീഡം കിട്ടാൻ വേണ്ടി, ഇന്നത്തെ ജീവിതത്തിൽ ഒരു ഹാപ്പിനെസ് ലഭിക്കാൻ വേണ്ടി ഈ 2 കാര്യം നമ്മൾ നീക്കിയിരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ നിർബന്ധമാണെന്ന് പറയാം. ഡിലേ ചെയ്തിരിക്കണം എന്നാ പറയാം. ഇനി അടുത്ത 2 കാര്യങ്ങൾ, 10ൽ 6 കാര്യം കഴിഞ്ഞു. അടുത്ത 2 കാര്യങ്ങൾ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യാമെന്നാണ് പറയുക. ഒരിക്കലും നമ്മൾ ചെയ്യരുത്. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഡിലേ ചെയ്യേണ്ട 2 കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്യും,
ഡെലിഗേറ്റ് ചെയ്യുക. മറ്റുള്ളവരെ കൊണ്ട് തീർച്ചയായിട്ടും ചെയ്ത് പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തത്രപ്പാടിൽ നമ്മൾ തന്നെ ചെയ്യും. അപ്പോൾ സമയം പോയത് കണ്ടോ? നമ്മൾ ഏറ്റവും വലിയ ബദ്ധപ്പാടിൽ, ബഹളത്തിൽ, അതുപോലെ വെപ്രാളത്തിൽ, തിരക്കിൽ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തിരക്കിൽപ്പെട്ടത്, ബിസി ആയത് എന്തുകൊണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇനി അടുത്തതാണ് വളരെ വിചിത്രമായ കാര്യം. അടുത്ത 8 കാര്യം കഴിഞ്ഞ് 10 പൂർത്തീകരിക്കുന്ന അവസാനത്തെ 2 കാര്യം ഡിലീറ്റ് എന്നാ പറയുക. ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രസക്തിയുമില്ല. നമ്മൾ അത് ചെയ്താൽ തന്നെ നമ്മൾ പെടും. കാരണം എന്താ? ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ട്, ഈ 2 കാര്യങ്ങൾക്ക് എടുക്കുന്ന പണം, ഈ 2 കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ എടുക്കുന്ന സമയം, ഇതെല്ലാം കൂടെ മസ്റ്റ് ഡൺ എന്ന് പറയുന്ന ജീവിതത്തിന് ഏറ്റവും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത, ഏറ്റവും ഗൗരവപ്പെട്ട പണമൂല്യവും ജീവിതമൂല്യവും നമ്മുടെ എല്ലാ കാര്യങ്ങളും കൊണ്ടുവരുന്ന അടിസ്ഥാനം, ഫൗണ്ടേഷൻ അങ്ങ് പുറത്തായി പോകും. ഇതാണ് പലരുടെയും കാര്യത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് 80-20 റൂൾ എന്ന് പറയുന്ന പാരറ്റോ പ്രിൻസിപ്പിളൊക്കെ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് തന്നെയാണത്. കാരണം 100 കാര്യങ്ങളുണ്ടെങ്കിൽ 20 കാര്യം എന്ന് പറഞ്ഞാൽ 10 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ 2 കാര്യം. ഓരോ ദിവസവും നമ്മൾ എടുക്കുമ്പോൾ 10 കാര്യത്തിൽ 2 കാര്യം. ആ 2 കാര്യത്തിന് കൂടുതൽ ശ്രദ്ധ, നല്ല ഫോക്കസ്, ഏറ്റവും നല്ല സമയം, ഏറ്റവും ആദ്യത്തെ സമയം അത് നീക്കി വെച്ച് പോയാൽ അന്നത്തെ 2 പ്രധാനപ്പെട്ട കാര്യവും പിറ്റേന്നത്തെ 2 പ്രധാനപ്പെട്ട കാര്യവും പിറ്റേന്നത്തെ 2 പ്രധാനപ്പെട്ട കാര്യവും ഇങ്ങനെ പോയി ജീവിതത്തിൻ്റെ വേണ്ടാത്ത കാര്യങ്ങൾ മുഴുവൻ ചെയ്തു തീർത്ത് ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ മുഴുവൻ ബാക്കിയായി ജീവിതം തന്നെ വൃഥാവിലായി ഒരു ദുരന്ത സമാനമായി പര്യവസാനത്തിലേക്ക് നീങ്ങുന്ന കഷ്ടതയുടെ, നഷ്ടത്തിൻ്റെ, വല്ലാത്ത പ്രയാസത്തിൻ്റെ ഒരു ലൈഫായിട്ട് നമ്മുടെ ജീവിതം അങ്ങ് മാറിപ്പോവും. അത് തടയാൻ ഇതുമാത്രമേ നമുക്ക് വഴിയുള്ളൂ. ഈ വഴി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന എന്താണെന്നറിയോ? 1, 2, 3 മാസം അല്ലെങ്കിൽ 5, 6 മാസം, ഇനി ഏറിയാൽ ഒരു കൊല്ലത്തിനിടയ്ക്ക് ഈ ഒരു ഫോർമുല, 5D ഫോർമുല നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ, ഓരോ ദിവസവും കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ അത്ഭുതവും വശ്യതയും വളരെ വിസ്മയകരമായ ചേഞ്ചും നമ്മുടെ ഒരു വലിയ പരിവർത്തന ട്രാൻസ്ഫോർമേഷനും നമുക്ക് മനസ്സിലാവും. എങ്ങനെ? നമ്മുടെ വരുമാനം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഒഴിവ് സമയം നേരത്തേതിൽ നിന്ന്, ആ വെപ്രാളപ്പെട്ട് ബഹളപ്പെട്ട് തിരക്കിനിടയിൽപ്പെട്ട് നമ്മുടെ ജീവിതം കുഴഞ്ഞു മറിഞ്ഞതിൽ നിന്ന് ഒരുപാട് റിലാക്സേഷനിൽ ഹോളിഡേ ടൈം എൻജോയ് ചെയ്യാൻ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കൂടെ എൻജോയ് ചെയ്യാനുള്ള ഒരവസരവും ഒരു ഹാപ്പിനെസ്സിൻ്റെ ഒരു സെലിബ്രേഷൻ മൂഡും നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും.